ഒരു അരങ്ങേറ്റത്തിൻ്റെ ആൽബമാണ് കേട്ടോ കാണിച്ചു തരാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കാണുന്നത് സബ്സ്ക്രൈബ് താഴെ കിടക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഇടയ്ക്കിടയ്ക്ക് സൗണ്ടൊക്കെ എന്ന് വെച്ചാൽ ഈ വണ്ടി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അത് എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ ആൽബം സീഡിയൊക്കെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. 2 ദിവസമായി കിട്ടിയിട്ട് ഞാൻ ഇപ്പോഴാണ് തുറന്നാക്കാൻ പോകുന്നത്. അപ്പോൾ അതേ കണ്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്ത് തുറക്കാൻ പോണി. ഓ CD, ഇത് ഒരു CD ആണ് കേട്ടോ, അരങ്ങേറ്റത്തിൻ്റെ CD ആണിത്. ഓ ഇതാണെന്തോ ഒരു ഫ്രെയിം ചെയ്ത് വയ്ക്കുന്ന ഫോട്ടോ. ഷോ എടുക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഫ്രെയിം ചെയ്ത് വയ്ക്കാനുള്ള ഫോട്ടോ എന്ന് പറയുന്നത്. എൻ്റെ അരങ്ങേറ്റത്തിൻ്റെയാണ്. എനിക്കിത് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ല രസമാണ് കാണാൻ. അടുത്ത നമ്മുടെ ആൽബം ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് തന്നെ എൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സരസ്വതി കലാക്ഷേത്ര പള്ളിമുക്ക് പുലിയില ഭരതനാട്യ അരങ്ങേറ്റം മാഗസിൻ എന്നും പറഞ്ഞാണ് കൊടുത്തിട്ടുള്ളത്. February 12, 2024 അതായത് കഴിഞ്ഞ ഫെബ്രുവരി ഉണ്ട്. മിത്ര അനിരൂപ് JP രാജേന്ദ്രദാസ് അതാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ഫോട്ടോ ആണ് കേട്ടോ. എൻ്റെ കൃഷ്ണനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ ആണ്. അല്ല, കൃഷ്ണൻ്റെ അച്ഛനെ എടുത്തിട്ടുള്ള. തുറക്കുമ്പോൾ തന്നെ അതേ ഞങ്ങളുടെ ലാസ്റ്റ് അരങ്ങേറ്റം കഴിഞ്ഞിട്ട്, അതായത് ലാസ്റ്റ് എടുത്ത ഈ എല്ലാവരും കൂടെ എടുത്തൊരു ഫോട്ടോ ആണിത്. ഭരതനാട്യം അരങ്ങേറ്റമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ഫോട്ടോ ഒക്കെയാണ്. ഫസ്റ്റൊക്കെ പ്രമോയുടെ ഫോട്ടോ. ഞങ്ങൾക്ക് 2 പ്രമോ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് പ്രമോ. ഇതാണ് എൻ്റെ പഠിപ്പിക്കുന്ന ചേച്ചി. ഇതെൻ്റെ അച്ഛൻ്റെ അമ്മയും. ഇതാണ് ഈ ഡ്രസ്സ് ഇട്ടതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റത്തെ പ്രമോ എന്ന് പറയുന്നത്. ഈ ഉടുപ്പിട്ടേക്കത് എൻ്റെ സെക്കൻഡ് പ്രമോ ആണ്. എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടു. ഓരോരുത്തരായിരുന്നാലും അവരുടെ ഇത് മാത്രമേ കാണാറുള്ളൂ. ഇതാണ് രണ്ടാമത്തെ പ്രമോയുടെയൊക്കെ ഫോട്ടോസ് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടു. ഈ രണ്ടാമത്തെ പ്രമോണ് അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ട കഥയാണ് കേട്ടോ. ഉണ്ട് ചെലങ്ങ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്. ഇത് രണ്ടാമത്തെ അമ്പലത്തിലെ പ്രമോയാണ്. നെക്സ്റ്റ് ആ അതായത് പൂവൊക്കെ വെച്ച് അതായത് തുടങ്ങുന്നതിന് മുമ്പൊക്കെ എടുത്തത്. ഇതും എനിക്കിഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഇനി എൻ്റെ ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ. അതെ, ഇതെൻ്റെ അച്ഛനും അമ്മയും ഞാനും. ഇനി ഫാമിലി ഫോട്ടോ. ഇതാണ് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ എന്ന് പറയുന്നത്. ഇതിനകത്ത് 2 പേരെ കുറവുണ്ട്. ആരൊക്കെ ഞാൻ അറിയാമോ? ഞാൻ കാണിച്ചു തരും. ഇതൊക്കെ ആരൊക്കെയാണ്. ഇതെൻ്റെ അമ്മ, ഇത് അച്ഛൻ്റെ അമ്മ, ഞാൻ, ഇതെൻ്റെ ആങ്ങളായിട്ട് എൻ്റെ സ്വന്തം കൊച്ചച്ഛൻ്റെ മോനാണ്. ഇത് കൊച്ചച്ഛൻ, ഇത് അച്ഛൻ. ഓക്കെ, 2 പേരുടെ കുറവുണ്ടായിരുന്നു. അതായിരിക്ക് അച്ഛനും അതായത് അച്ഛൻ്റെ അച്ഛനും ഉണ്ട്. കുഞ്ഞ ഗൾഫിലാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് വരുന്ന ദക്ഷിണ തുടങ്ങുന്നതിന് മുമ്പ് എടുത്ത ദക്ഷിണയാണ് കേട്ടോ. ഞങ്ങൾ ഇത്രയും പേരായിരുന്നു. നോക്കട്ടെ, അതിനകത്ത് ഒരാളെ കുറവുണ്ട്. കല്യാണി എന്നാണ് പേര്, ലക്ഷ ആണ് പേര്. അപ്പം അതേ പുള്ളിക്കാരിക്ക് ആ സമയത്ത് ഛർദിലായിപ്പോഴുണ്ട്. ഫ്രമോയിലൊക്കെ ഉണ്ട് പുള്ളിക്കാരി. മൊത്തത്തിൽ 9 പേരാണ് ഞങ്ങൾക്ക് അരങ്ങേറ്റം ഉള്ളത്. നെക്സ്റ്റ് ഈ പക്കമേളത്തിൻ്റെ ഒക്കെ ആയിരുന്നു. ദക്ഷിണയൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് ഇതൊക്കെയാണല്ല ഡാൻസിൻ്റെ. എൻ്റെ ഇത് ഞാനാണ്, ഇത് ഞാനല്ല കേട്ടോ. ഇത് ഈ പക്കമേളം പാടി വരയ്ക്കാണ്. ഇതിൽ ഈ ചേച്ചിയാണ് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഡാൻസ്. ഇത് ഞങ്ങൾ ഡാൻസൊക്കെയാണ്. ഇപ്പുറത്തും ഉണ്ട്. ഈ പടം തോന്നുന്നു ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഈ പക്കമേളക്കാർക്കൊക്കെ ഇങ്ങനെ ലാസ്റ്റ് ട്രോഫിയൊക്കെ കൊടുക്കുന്നതാണ്. ഇത് ഇത്രയും പേരായിരുന്നു ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്ന 5 പേരാണ് പക്കമേളം ഉള്ളവർ, പക്കമേളം ചെയ്തവർ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇപ്പുറത്ത് വേണം കേട്ടോ.
അതിനകത്ത് കൂടുതലും ട്രോഫി ഞാനാണെന്ന് തോന്നുന്നു എടുത്തത്. എൻ്റെ ഫോട്ടോ ഞാൻ പറഞ്ഞായിരുന്നു. സൗണ്ട് കേൾക്കുന്നത് വഴിക്കട പോലെ വണ്ടിയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഇത് ചെയ്തേക്കുന്ന ഗൗരി ഗംഗ വെഡിങ് മൂവീസ് നെടുവൺകാവാണ് കേട്ടോ ഞങ്ങൾ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലുണ്ട്? ഈ ബാഗിനകത്താണ് കേട്ടോ അവർ തന്നത്. ഒരു സർട്ടിഫിക്കറ്റാണ് തോന്നുന്നത്. ഞങ്ങൾക്ക് ഏപ്രിൽ 22 കഴിഞ്ഞ ഏപ്രിൽ 22 കണ്ണമ്പള്ളി അമ്പലത്തിൽ അരങ്ങേറ്റം കഴിഞ്ഞ അമ്പലത്തിൽ തന്നെ വെച്ച് ഞങ്ങൾക്കൊരു തിരുവാതിര ഉണ്ടായിരുന്നു. അതിന് കിട്ടിയതാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. അമ്മീ നാരായണ ദേവി നാരായണ കണ്ണമ്പള്ളി ഭഗവതി ക്ഷേത്രം കുടിക്കോട് നെടുവൺകാവ് അഭിനന്ദന പത്രം എന്നാണ് കേട്ടോ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. 1ാമത് ശ്രീപദ് ദേവി ഭഗവത നവത്തോട് അനുബന്ധിച്ചുള്ള ഭദ്രദീപം പ്രകാശ ചടങ്ങിൻ്റെ ഭാഗമായി കണ്ണമ്പള്ളി അമ്മയുടെ തിരുസന്നിധിയിൽ തിരുവാതിര, കൈകൊട്ടിക്കളി, കോൽക്കളി പങ്കെടുത്ത മിത്ര അനിരുപ രാജ്യാന്തരോല്ലാസം നടന്നുകൊണ്ട് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു എന്നാണ് കേട്ടോ ഈ സർട്ടിഫിക്കറ്റ്. ഇതാണ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റ, ബൈ ബൈ.